ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. ആസ് യൂഷ്വൽ എഴുന്നേറ്റത് വൈകിട്ടാണ്. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ് ഇപ്പോഴാണ് എണീറ്റത്. നമുക്കൊരു കാര്യം ചെയ്യാം, കോഫി ഇട്ടിട്ട് വിഷ്ണുവിനെ ഇപ്പോൾ വിളിക്കാം. വിഷ്ണു നല്ല ഉറക്കാം. ഇവിടെ ഞങ്ങൾ രണ്ടുപേരുള്ള മലയാളികളായിട്ട്, ബാക്കിയുള്ളവരെല്ലാം നാഗാലാൻഡ് ആൾക്കാരാണ്. അവർക്ക് നല്ല ഉറക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എല്ലാവർക്കൊരു ഡിസ്റ്റർബൻസ് ആയില്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടം. സൺഡേ കഴിയാറായി. മീൻസ് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ നാളത്തെ വർക്കിന് പോകണം. അതിൻ്റെ സങ്കടത്തിലിരിക്കുക. എന്തായാലും അവിടെ കിടന്ന് കോഫി തിളയ്ക്കുന്നു. നമുക്ക് കോഫി കുടിച്ചിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എഴുന്നേക്ക്. എന്നോട് പറഞ്ഞു എഴുന്നേക്കണമെന്ന്, അല്ല എഴുന്നേൽപ്പിക്കണമെന്ന്. എനിക്ക് അങ്ങനെ ആ പ്രതീക്ഷയും പോയി ഗൈസ്. മഴയുടെ ഒരു അംശം പോലും ഇല്ല. അപ്പം നാളെ മുതൽ നമുക്ക് വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗൈസ്. രാവിലെ എന്നെ വിളിച്ചുണർത്തണം, എനിക്ക് കോഫി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന ആളെ എണീപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയപ്പം അയാൾ തിരിഞ്ഞു കിടന്ന് ഇവിടെ ഉറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. നമ്മളത് അനുവദിക്കാൻ പാടില്ല. എണീക്കണേ, ശല്യമാ. എനിക്ക് ബാ ചോമ്പ് പോയിട്ടോണ്ടിരിക്കുക. എണീക്ക്. മതി ഉറങ്ങിയത്. വാ, നമുക്ക് നാളെ ഉറങ്ങാം. ഇനി അതൊന്നും പറ്റത്തില്ല. നാളെ നമുക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകല. ഇന്നേ പ്രാക്ടീസ് ചെയ്തില്ല. നമുക്ക് നാളെ അത് കാര്യപ്രാപ്തി അതൊക്കെ നാളത്തെ കാര്യം നാളെ. നോക്ക് ഗൈസ്, രാവിലെ എനിക്ക് ഇവിടെ സ്കിൻ കെയർ എന്നും പറഞ്ഞ് നിൽക്കുമോ ഗൈസ്. ഇതാണ് അവസ്ഥ. തുണി ഒന്നും ഉണങ്ങുന്നില്ല ഗൈസ്. മഴയൊക്കെ അല്ലായിരുന്നു. എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിയുക, പിന്നെ ഒരു അരമണിക്കൂർ ഇതിൻ്റെ പുറയിലാണ് ഗൈസ്. രാവിലെ കാപ്പി കുടിക്കണം, ജസ്റ്റ് ഒരു ചെറിയ സ്നാക്ക്. കണ്ടോ ഗൈസ്, സ്റ്റാച്ചു പോലെ ഇരിക്കുകയാണ്. എനിക്ക് വേണ്ട എന്നൊരു 1000 വട്ടം പറഞ്ഞു. ഇത് ലാസ്റ്റ് അവൾ തന്നെ തിന്നുന്ന തീറ്റയാണ് ഈ കാണുന്നത് ഗൈസ്. അവൾക്ക് ദോശയും ചമ്മന്തി ഉണ്ടെങ്കിൽ രാവിലെ ഇറങ്ങുന്നു. പിന്നെ നിന്നെ തിന്നുന്ന ഇങ്ങോട്ട് ഇവിടെ വെയിൽ വന്നു ഗൈസ്. നോ എക്സ്പെക്ടേഷൻസ്. നാളെ സ്കൂളിൽ പോണം. ഒന്നിട്ട് പറ എന്ത് വേണമെന്ന് പറഞ്ഞാലോ പറഞ്ഞിട്ട് വേണം അല്ലേ. എനിക്കറിയാം ഇതാണ് കേസ് ഇവിടെ നടക്കുന്നത്. വേണ്ട എന്ന് പറയും. എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചു അങ്ങനെയൊക്കെയാ. മുണുങ്ങ് ആദ്യം, അത് മുണുങ്ങ്, പിന്നെ നമുക്ക് ബാക്കി കാര്യം. എണീറ്റ് വന്ന് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. വീടിന്റെ ഈച്ച് ആൻഡ് എവരി കോർണർ എവിടെ നോക്കിയാലും മുടിയാണ്. മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും മുടിയാണ്. നേരത്തെ മുടി കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അയ്യോ എൻ്റെ മുടിയെല്ലാം കൊഴിയുന്നു, അല്ല അവളുടെ മുടിയെല്ലാം കൊഴിയുന്നു, അങ്ങനെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എപ്പം മുടി കണ്ടാലും എനിക്ക് ആകെ ഓർമ്മ വരുന്നത് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനിലെ ഓരോ സീരീസുമാണ് ഗൈസ്. നമ്മുടെ മഞ്ജുഷ മാർട്ടിന്റെ ഞാൻ കാണിക്കാം. മഞ്ജുഷ മാർട്ടിന്റെ പറയാതിരിക്കാൻ വലിയ രക്ഷയില്ലാത്ത സീരീസാണ്. ഞാൻ ഇരുന്നിരിപ്പിന് യൂട്യൂബിൽ ഫുള്ള് ഇതും ഞാൻ കണ്ടു. ഭയത്തെക്കാളും അവരുടെ ആ ഒരു ടാലന്റ്, അവരുടെ ഫ്രണ്ട്സിന്റെ ആ ഒരു യൂണിറ്റി എല്ലാം, മോസ്റ്റ് എസ്പെഷ്യലി അവരുടെ പാരൻസിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ സീരീസാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഹെയർ എക്സ്റ്റൻഷന്റെ ഫുൾ സീരീസും കാണണം. നല്ല സൂപ്പർ സീരീസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. കൊച്ച് ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മാവ് ബാറ്ററൊക്കെ റെഡിയാണ്. രാത്രിയിൽ തയ്യാറാക്കി വെച്ചതാണ്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കി ചമ്മന്തി അരച്ചിട്ട് നമുക്ക് ചമ്മന്തി അരച്ചും ദോശയോടെ മുടങ്ങിയിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യം ശരിയാക്കാം. ഫൈനലി ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മളപ്പം ദോശ ചമ്മന്തി കഴിക്കാൻ പോവാണ് വിത്ത് മുട്ട ഓംലേറ്റ് ആൻഡ് തേയില വെള്ളം. ഓക്കെ, ബൈ. നോക്കൂ ഗൈസ്, എൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവൾ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ട് കിടക്കുകയാണ് ഗൈസ്. 24 മണിക്കൂറും കിടക്കുകയാണ് ഗൈസ്. നിങ്ങളത് കാണുക. മത്സ്യകന്യക കിടക്കുമോ അതുപോലെ. നമുക്കെന്തായാലും നമ്മുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകാം. ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കഞ്ഞിയും തോരനും. സാമ്പാറാണ് വിചാരിച്ച് കഞ്ഞിയും തോരനും. നമ്മളത് കഴിച്ചിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.
അവള് ഈ ഹെയർ എക്സ്റ്റൻഷൻ കണ്ടിട്ട് ഹാങ് ഓവർ മാറാതെ ഇതാ വരുന്നു ഗൈസ്. ഹെയർ എക്സ്റ്റൻഷന്റെ വീഡിയോ കണ്ടിട്ട് റീത്ത മേഡം സംസാരിക്കുന്ന റൂമിൽ നോക്കാൻ വന്നതാണ് ഗൈസ്. ഇതിപ്പോ ആർക്കൊന്നും സംസാരിക്കണ്ട. ഗൈസ് ഫൈനലി നമ്മുടെ ഏത്തക്കാപ്പം റെഡി. എന്തിടി ഇവിടുത്തെ പഴം വെച്ചിട്ടുള്ള ഏത്തക്കാപ്പം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഗൈസ്. പിന്നെ കോഫി. ഹലോ ഗൈസ്, ഹെയർ എക്സ്റ്റൻഷൻ്റെ സീരീസിനെ പറ്റി കേട്ട് വിഷ്ണു അതിൽ അഡിക്റ്റ് ആയി. വിഷ്ണു അത് മൊത്തം ഇന്ന് ഒരു സ്ട്രെച്ചിനിരുന്ന് കണ്ടു തീർത്തു. എന്നിട്ടുള്ള കഴിപ്പാണിത്. വിഷ്ണു നിന്റെ അഭിപ്രായം എന്താ? ഉച്ചക്കിറങ്ങത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ലെന്ന ഡിസിഷൻ എടുത്തായിരുന്നു കേട്ടോ. ഇവക്ക് 1 മണിക്കൂർ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിട്ട്. ചെറിയ പ്രശ്നം കാരണം തലക്ക് ചിരിച്ചു. അവൾ അവിടെ നിന്ന് വേറെടുത്ത് ചാടി വന്നേ ഇവിടെ. പക്ഷെ ഒന്നും ഞാനിവിടെ ഉറക്കില്ല ഗൈസ്. നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. സാരില്ല. അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ സീരീസ് ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അല്ലാതെ കുറച്ച് ടൈം പാസ് ഉണ്ടായിരുന്നു. ഇനി ഉറങ്ങാൻ പോവാണ്. മഴയൊന്നുമില്ല. ദ സ്കൈ ഈസ് ക്വൈറ്റ് ക്ലിയർ and all. This is all about the day. Good night. Bye bye.